നിങ്ങളുടെ മോനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലും പറയും. കേസ് കൊടുത്തായിരുന്നോ? എത്ര നാൾ മുമ്പാ? അതിനു മുമ്പ് നമ്മൾ കേസ് കൊടുത്തല്ലോ. ഈ മരുമോക്കെതിരെ കൊടുത്തില്ലയോ? കൊടുത്തു. കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഇറങ്ങി നിൽക്കുന്ന യേശുവിന്റെ സാന്നിധ്യമല്ലേ. വിളിക്കാൻ പറ്റുന്ന ഒരാദരം തുറന്ന നാവൊന്ന് ചലിപ്പിച്ച് വിളിച്ച നാമത്തെ ഇന്ന് രാവിലെ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും ഉണ്ട്. ജോസ്മിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ലയോ? 1 വർഷം പ്രണയിച്ചു, എന്നിട്ട് കല്യാണം കഴിച്ചു. ഇപ്പം നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട. പുള്ളി പറയുന്നത് പുള്ളിക്കൊരു ലൈനുണ്ട്, ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് ഗർഭിണിയാണെന്നാ പറയുന്നത്. സത്യമാണോ? ആന്നു. നിനക്ക് ചാവണോ ജീവിക്കണോ പോണോ എന്നൊന്നും അറിയത്തില്ല. ഒന്നുകിൽ നീ 2 പിള്ളേരെയും കൊല്ലും, നീയും ചാവും. അത് തീരുമാനിച്ചാ വന്നേക്ക്. നിന്നോട് ഞാൻ പറയുവാ, നിന്റെ ഭർത്താവ് തിരിച്ചു വരാൻ പോവാ. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്ന ഒരാധരം ഒന്ന് തുറന്ന് പൊട്ടിപ്പോകട്ടെ ആഭിചാര, പൊട്ടിപ്പോകട്ടെ മന്ത്രവാദ, പൊട്ടിപ്പോകട്ടെ ദുർശക്തി. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ജീവിക്കാൻ വിടാത്ത ദുരാധിപത്യങ്ങൾ പൊട്ടട്ടെ. ഇവിടെ രക്ഷപ്പെടട്ടെ. ഇവിടെ കുടുംബം രക്ഷപ്പെടട്ടെ. അവളെ ജീവിക്കട്ടെ. ജോസ്മി എഴുന്നേറ്റ് വാ. പിടിക്ക് എഴുന്നേപ്പിക്ക. ഈ ജോസ്മിയുടെ ഇളയ കൊച്ചിന്റെ പേര് പറ. ദാണ്ട, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ച് തിരിച്ചു വരും. നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കും. നിന്റെ കുഞ്ഞിന് അച്ഛനുണ്ടാകും. ഇപ്പം അമ്മായിയമ്മയ്ക്ക് നിന്നോട് പ്രിയമാ, സ്നേഹ. നിന്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് തെറ്റിദ്ധാരണയായിരുന്നു. നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു സമയത്ത് നിന്നെ വേണ്ടായിരുന്നു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്ന ഒരു സമയത്താ. സത്യമാ പറയുന്നില്ല, സത്യമായിട്ടുവാ പറയുന്നേ. കൈ അടിച്ചു വിളിക്ക, യേശുവേ. ഇന്ന് രാവിലെ ഇതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട്. വന്നയാളിന്റെ പേര് യേശുനാ. വന്നയാളിന്റെ പേര് യേശുനാ. നിന്നെ വിടുവിക്കാൻ അവന്റെ കരവും അവന്റെ ശക്തിയും അവന്റെ സാന്നിധ്യവും ഒക്കെ വ്യാപരിക്കുക. അമ്മേ, നമുക്ക് ആ മോനെ തിരിച്ചു കൊണ്ടുവരണ്ടേ? മോനെ തിരിച്ചു കൊണ്ടുവരണ്ടായോ? കൊണ്ടുവരണം. ആകെ ഒരു മോനേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട. താണ്ട് അമ്മയുടെ ഇരിക്കുന്ന പൊടിക്കുഞ്ഞില്ലയോ? പൊടിക്കുഞ്ഞ് വളർന്ന് അവൻ അനുഗ്രഹിക്കും. മോളെ, ഇവനെ പിടിച്ചേ, കുഞ്ഞിനെന്ന് പിടിച്ചേ. മോളെ, നീ താഴെ വീണുകൊണ്ട് പേടിച്ച് കരയാ അവനാ. ദാണ്ട, നിന്നോട് ഞാനൊരു പ്രവചനം പറഞ്ഞു വിടുക. നിന്റെ ഭർത്താവ് എലോഹിമി വരും. അമ്മയ്ക്ക് ഇവിടെ ആദ്യമായിട്ട് വന്നല്ലയോ? ആന്നു, ആദ്യമായിട്ട് എന്നെ കാണുക. നമ്മളെ 2 പേരെയും കൂടെ കാണുന്ന ഒരാളുണ്ട്, അത് യേശുവാ. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്നവര് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. കൈ അടിക്കാൻ പറ്റുന്നവര് കൈ അടിച്ച് ആദരം തുറന്ന് നാവ് ചലിപ്പിച്ച് ഇന്ന് രാവിലെ വിളിച്ച് അവൻ സർവശക്തനാണ്. അവൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. അവൻ മാറാത്ത ദൈവമാണ്. മോളെ, ജോബിൻ വരും. സ്നേഹത്തോടെ നിന്റെ അടുത്ത് വരും. ഇന്ന് രാവിലെ തിരിച്ചു നീ ചെല്ലുമ്പോ കെട്ടു പൊട്ടിയിരിക്കും. ദൈവം വിടുവിച്ചിരിക്കും. എലോഹിമി വന്നിരിക്കും.